നമ്മളിന്നേ പറമ്പിലോട്ട് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടോ. ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്, അതൊന്ന് പറിക്കണം. നമ്മുടെ അടതാപ്പെന്ന് പറയും, ഇല്ലെങ്കിൽ എന്നെ എയർ പൊട്ടറ്റോ. അപ്പൊ നമുക്ക് അതൊന്ന് പറിക്കാൻ ശ്രമിക്കാം. ഞാനേ ഒരെണ്ണം കൂടെ പറിച്ചേക്കാവേ. ഓക്കെ, ഇത് മതി ഇത് മതി. കഴിഞ്ഞ ദിവസം നമ്മൾ 2 അടതാപ്പ് പറിച്ചില്ലായിരുന്നോ? അതിലൊന്ന് നമ്മൾ ബീഫ് ഇട്ട് കറി വെച്ചു, ഇത് രണ്ടാമത്തെ. ഇത് നമുക്കൊരു മെഴുക്കുവരട്ടിയല്ല, ഒരു മസാലക്കറിയല്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കറി വെക്കാം. ഇതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളയാം. തൊലിയൊക്കെ ചെത്തി ഇനി ഇപ്പൊ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ അടതാപ്പൊക്കെ നോക്കി കഴുകി അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം കഴുകി കറ കളഞ്ഞു. എന്നിട്ട് ഒരു കുക്കറിനകത്തോട്ട് ഇടുവാണേ. വേവുണ്ടല്ലോ, 2 വിസിലടിക്കണം. ഒരു കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടു. നമുക്ക് കുറച്ച് ഉപ്പിടാവേ. പാകത്തിന് വെള്ളം ഒഴിച്ചു. കുക്കറൊക്കെ അടച്ച് സ്റ്റൗ ഒക്കെ അങ്ങ് ഒഴിച്ചു. 2 വിസിൽ വരട്ടെ. അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഒരു മസാല ഉണ്ടാക്കണം. നമ്മുടെ അടതാപ്പ് മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പിടുത്തം ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു സവോള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ച് വെച്ചേക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട്, ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് പൊളന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് നമ്മുടെ ബീഫ് മസാല, ഗരം മസാല, കുറച്ച് കടുക്, എണ്ണ, ഇതൊക്കെ തന്നെ. 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അടതാപ്പൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ? അതെ, വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം. ഒരു പാൻ എടുത്ത് വെക്കാവേ. ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതങ്ങിട്ട് കൊടുത്തേ. ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും ഒരു സവോള അരിഞ്ഞതും അങ്ങ് ചേർത്തേക്കാം. ഇച്ചിരി കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടേ. ഉപ്പിട്ടതാ, അതുകൊണ്ട് തന്നെ ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ. സവോളയും ചെറിയുള്ളിയും നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് ചുമന്ന് വരണേ, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് വരും. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണാണേ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ നമ്മുടെ ബീഫ് മസാല. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ പേജിലുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഗരം മസാല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ അടതാപ്പെടുത്ത് ഒന്ന് തട്ടിക്കൊടുക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇത് തന്നെ തിന്നാനും നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ തിന്നാനും നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലക്കകത്ത് നമ്മുടെ അടതാപ്പൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. തുറന്നു നോക്കണ്ടേ, എന്തായിന്നൊന്നും അറിയണ്ടേ. നല്ല പോലെ ഇളക്കിയിടാം. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മതിയേ. സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഒരു അടിപൊളി അടതാപ്പ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ? വെറുതെ ആണെങ്കിലും തിന്നാം, നല്ല രസമാണ്. ഇറച്ചി കഴിക്കും പോലെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.